ഹായ് ഗായ്സ്, ഹക്മി അച്ചുവിൻ്റെ 5ാമത്തെ എപ്പിസോഡാണ്. പക്ഷേ ഇപ്രാവശ്യം ചെറിയൊരു മാറ്റമുണ്ട്. എന്താന്നല്ലേ, ബാ പോകാം വീഡിയോയിലേക്ക്. എല്ലാ എപ്പിസോഡിലും കെട്ടിപ്പിടിക്കുന്ന പോലെ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ കെട്ടിപ്പിടിക്കുന്നില്ല. കെട്ടിപ്പിടിക്കാൻ പോകുമ്പോൾ ആൾക്കാർ ഓപ്പോസിറ്റ് നിൽക്കുന്നവർ എങ്ങനെ പ്രതികരിക്കും? ചിലരതിൽ ഓക്കെയാണ്, ചിലരതിൽ ഓക്കെ അല്ല. അപ്പോൾ ഇന്ന് ചോദിച്ചിട്ട് ഓക്കെ ആണെന്നുള്ളവർക്ക് നമുക്ക് കെട്ടിപ്പിടിക്കാം, ഇല്ലാത്തവർ എന്താ കാരണം എന്നുള്ളത് ചോദിക്കാം. അപ്പോൾ ഇന്ന് നമുക്ക് വെറൈറ്റി ആയിട്ടൊരു വീഡിയോ ചെയ്യാം. വാ. ഹലോ, എന്താ പേര്? ഷാഹിദ്. നാട്ടിലെവിടെയാ? ഞാൻ തൃശ്ശൂരാണല്ലോ, നമ്മൾ അയൽവാസികളോ. ഓക്കെ, അപ്പം ഞാൻ ഒരു കാര്യം ചോദിക്കാവേ. ചേട്ടൻ ഇങ്ങനെ ഇവിടെ നിൽക്കുകയാണ്, പെട്ടെന്ന് ഞാൻ വന്നിട്ട് ചേട്ടനോട് ചോദിക്കുന്നത് എന്നെ ഒന്ന് കെട്ടിപ്പിടിക്കാവുന്നു. അപ്പൊ ചേട്ടൻ എങ്ങനെ പ്രതികരിക്കുന്നത് എനിക്ക് വേണം. നടക്കില്ല ചേട്ടൻ പെട്ടെന്ന് പറയും. എന്തുകൊണ്ടെന്ന് ചോദിച്ചാല് എന്റെ ഒരു സാഹചര്യം പോലെ കാണുന്നോണ്ട് ചേട്ടൻ കെട്ടിപ്പിടിക്കില്ല. ഓക്കെ, അത്രേ ഉള്ളൂ. താങ്ക് യു. ശരി. ബംഗാളിയാ? പക്ഷെ ഇപ്പൊ വന്നു മലയാളിയും ബംഗാളിയും തമ്മിൽ തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ ദൈവമേ. നമുക്ക് ആ ചേട്ടനോട് ചോദിക്കാവേ. ഹലോ, മലയാളിയാണോ? എവിടെയാ നാട്ടില്? വടകര, കോഴിക്കോട്. ഓക്കെ, ഞാൻ ഒരു കാര്യം ചോദിക്കാം. ചേട്ടന് മനസ്സിൽ തോന്നുന്ന ആൻസർ പറഞ്ഞാൽ മതി. ചേട്ടൻ ഇവിടെ ഇങ്ങനെ ചാരി നിൽക്കുകയാണ്, ഞാൻ വന്നിട്ട് ചേട്ടൻ്റെ അടുത്ത് എന്നെ ഒന്ന് കെട്ടിപ്പിടിക്കാമെന്ന് ചോദിക്കുന്നു. ചേട്ടൻ എങ്ങനെ പ്രതികരിക്കും? ഞാനിപ്പോൾ വേറെ ആരും ഇല്ലെങ്കിൽ പ്രശ്നമില്ല. വേറെ ആരും ഇല്ലെങ്കിലും ചേട്ടന് പ്രശ്നമില്ല എന്നാണ് പറയുന്നത്. ആരെങ്കിലും ഉണ്ടെങ്കിലും ഉള്ളു പ്രശ്നം? പ്രശ്നമുള്ളൂ. ആരും ഇല്ലെങ്കിലും കുഴപ്പമില്ല. താങ്ക് യു. കണ്ടോ, അപ്പോൾ താല്പര്യമായിട്ടുള്ള ആൾക്കാരുണ്ട്. എന്നാൽ ഒരു ഹഗ് ചെയ്തോ? Can you hug me? ചെയ്തു ചേട്ടാ. ഇവിടെ ആരും ഇല്ല, നമ്മൾ രണ്ടും മാത്രമേ വിചാരിച്ചാൽ മതി. വേണ്ട പിന്നെ മതിയെന്നാ ചേട്ടൻ പറയുന്നേ. തന്നോ? ചേട്ടൻ എന്നിട്ട് എൻ്റെ യൂട്യൂബ് ചാനലിൽ കയറി നേരെ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ചേട്ടനെയും കാണാൻ ഹക്മി അച്ചു ചെയ്യുന്നോ? ഭാവിയിൽ നഷ്ടം. ആ കുട്ടി എൻ്റെ അടുത്ത് വന്ന് ഇങ്ങോട്ട് ഹഗ്ഗി വെച്ചിട്ട് ഞാൻ കൊടുത്തില്ല എന്ന് ചേട്ടന് വിഷമം വരും. ആവശ്യമില്ല, കുഴപ്പമില്ല. ശരി. How are you? كيف حالك? الحمد لله. كيف حالك? Zain. Can you hug me? Of course I can help you. Thank you. Welcome. It's okay. What's your name? Anna. Can you hug me? What? Hug. എടാ, പെണ്ണുങ്ങളെ കെട്ടിപ്പിടിക്കാൻ വയ്യ. പുറത്തൊന്നും ഇറങ്ങി നടക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഇഡലിക്കുട്ടത്തിൽ ഇഡലി ഒഴിക്കുമ്പോൾ പുഴുങ്ങി വരുന്ന അവസ്ഥയാ. എന്തൊരു ചൂടായിട്ട് ദൈവമേ. ഗൈസ്, ഞാൻ മേക്കപ്പ് ഇട്ടതൊക്കെ അത് ഒലിച്ചായിരുന്നു. സത്യത്തിൽ കഷ്ടമല്ലേ പുറത്തൊക്കെ പണിയെടുക്കുന്നവരുടെ അവസ്ഥ. AC ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് പിന്നെ പ്രത്യേകിച്ച് പറയാനൊന്നും ഇല്ല. എന്നാലും ഈ സമയത്ത് ഇത്ര ചൂടാണെങ്കിൽ പകലൊക്കെ എന്തുമായിരിക്കും. ഇത് ഷോപ്പിലേക്കാണ് ഗൈസ് കയറുന്നത്. കയറി നോക്കാം. എന്തോ ദൈവമേ, ബാംബു ബോയ്സിൽ കാട്ടിൽ കയറുന്ന പോലെ ഉണ്ടല്ലോ. എന്താ ഇവിടെ നടക്കണേ? എന്തൊക്കെയാ ഇവിടെ സംഭവിക്കുന്നേ? ഹലോ, ഹായ്. ഹലോ, മലയാളിയാണോ? മലയാളി ഇവിടെ വാ. ഇടയ്ക്കൂടെ പോലും ഭയങ്കര റിസ്ക്കാണ്. ചേട്ടാ കാണാൻ വയ്യല്ലോ. കൊള്ളാലോ, നല്ല ഷോപ്പാണല്ലോ. ചേട്ടാ ഇങ്ങോട്ട് വാ, ഞാൻ ചോദിക്കട്ടെ. ചേട്ടാ ക്യാമറ വരട്ടെ. എന്നാൽ ചേട്ടൻ ഒളിച്ചിരുന്ന് സംസാരിച്ചോളൂ ഗൈസ്. ആരെല്ലാം ഒരാളെ ഒളിച്ചിരുന്ന് നമുക്ക് കിട്ടണ്ടേ. ഞാൻ ഒരു കാര്യം ചോദിക്കാം, ചേട്ടൻ ആൻസർ പറയണം ആത്മാർത്ഥമായിട്ട്. ഞാൻ ഇങ്ങനെ ഇങ്ങോട്ട് കയറി വന്നു, ചേട്ടൻ എന്നെ ഇഷ്ടപ്പെട്ടോ? എൻ്റെ കാണാൻ എങ്ങനെയുണ്ട്? കാണാൻ കൊള്ളാമെന്ന് ചേട്ടൻ പറഞ്ഞു കേട്ടോ. ഓക്കെ, ഞാൻ ചേട്ടനോട് വന്നിട്ട് എന്നെ ഒന്ന് കെട്ടിപ്പിടിക്കാമോ എന്ന് ചോദിക്കുക. ചേട്ടൻ എങ്ങനെ പ്രതികരിക്കും? ഇപ്പം ചേട്ടനെ ആരും കാണുന്നില്ല, അതുകൊണ്ട് ചേട്ടന് സത്യസന്ധമായിട്ട് പ്രതികരിക്കാം. ഇല്ലേ? കെട്ടിപ്പിടിക്കത്തില്ലേ? ഞാൻ ഹഗ് ചെയ്യാൻ പറഞ്ഞ ചെയ്യത്തില്ലേ? എന്താ കാര്യം? റീസൺ എന്താ? അതിൻ്റെ ആവശ്യമില്ല. എന്താ ചേട്ടൻ പറയല്ലേ കാണാൻ കൊള്ളാന്ന്, പിന്നെ എന്തുകൊണ്ട് ഹഗ് ചെയ്യത്തില്ല? എനിക്ക് പറ. വിടില്ല, ഞാൻ വിടില്ല. താല്പര്യമില്ല. എന്തുകൊണ്ട്? അതിനൊരു കാരണം വേണമല്ലോ. താല്പര്യമില്ലാത്തതുകൊണ്ട്. ശരി, ഓക്കെ. ചേട്ടന് താല്പര്യമില്ലെന്നാ പറയുന്നത്. അപ്പോൾ അന്നൊന്നും ആർക്കും താല്പര്യമില്ല. ഷോപ്പ് കൊള്ളാം കേട്ടോ, നല്ല ഭംഗിയുണ്ട്. മണിയൊക്കെ ഇങ്ങനെ കിലുങ്ങണു. കിലുക്കി വരാം. എന്താണ് ഇവിടെ ഒരു മണിയുടെ ശബ്ദം? ഹലോ, ഈ ഷോപ്പിൻ്റെ ഓണറാണോ? അയ്യോ, കണ്ടാൽ പക്ഷെ ഒരു ഓണറിൻ്റെ ലുക്കൊക്കെ ഉണ്ട്. എവിടെ നാട്ടില്?
കണ്ണൂർ എവിടെയാ? കണ്ണൂർ മാട്ടൂൽ എന്ന് പറഞ്ഞ സ്ഥലത്ത്. ആണോ? എനിക്കറിയത്തില്ല. ഓക്കെ, ഞാൻ ചേട്ടനോട് ഒരു കാര്യം ചോദിക്കാം. കണ്ണൂർ എനിക്ക് തളിപ്പറമ്പ് അറിയാം, പറശ്ശിനിക്കടവ് അറിയാം, തലശ്ശേരി അറിയാം, പിന്നെ കള്ളു വാങ്ങിക്കാൻ വരുന്ന മാഹിയിൽ, അവിടെ മാഹിയിൽ വരാറുണ്ട്. ഓക്കെ, ഞാൻ ഒരു കാര്യം ചോദിക്കാം. ചേട്ടൻ ഇവിടെ നിൽക്കല്ലേ? ഞാൻ പെട്ടെന്ന് ചേട്ടൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു എന്നെ ഒന്ന് കെട്ടിപ്പിടിക്കാവുന്നു. ചേട്ടൻ എങ്ങനെ പ്രതികരിക്കും? കെട്ടിപ്പിടിക്കാൻ എനിക്ക് സ്വാഭാവിക ബുദ്ധി ഉണ്ടെങ്കിൽ ഞാൻ കെട്ടിപ്പിടിക്കില്ലല്ലോ. ഒരു സ്ത്രീയല്ലേ, അപ്പോൾ കെട്ടിപ്പിടിച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ലോ വലിയ പ്രശ്നമാണ്. അതാണ് ആദ്യം നോക്കേണ്ടത്. ഞാനുള്ളത് ഖത്തറിലാണ്, കേരളത്തിലല്ല. എന്ത് ചെയ്താലും പ്രശ്നമല്ല കേരളത്തിൽ. ഇവിടെ കെട്ടിപ്പിടിച്ച പ്രത്യേകിച്ച് സ്ത്രീകളെ കെട്ടിപ്പിടിച്ചാൽ ഇവിടെ പണി 8ന്റെ അല്ല 16ന്റെ പണി കെട്ടിപ്പിടിച്ചാലും. ഞാനുള്ളത് ഖത്തറിലാണ്, അതുകൊണ്ട് ഞാൻ കെട്ടിപ്പിടിക്കില്ല. അതാണ് അതിന്റെ സത്യം. ചേട്ടൻ പറയുന്നത് ഞാനിപ്പോൾ ഉള്ളത് ഖത്തറിലാണ്, അതുകൊണ്ട് ഞാൻ കെട്ടിപ്പിടിക്കത്തില്ല. കേരളത്തിലായിരുന്നെങ്കിൽ ഒരു പക്ഷേ അവിടെ കെട്ടിപ്പിടിക്കത്തില്ല. അവിടെ കുഴപ്പമില്ല ചേട്ടാ, സിനിമക്കാർ എന്തൊക്കെയാ ഇപ്പൊ കാണിച്ചു കൂട്ടുന്നത്. കാണിക്കുന്നത് നിങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ ചെയ്യണം നിർബന്ധമൊന്നുമില്ല. ഞാനിപ്പോ ചോദിച്ചതല്ലേ ഉള്ളൂ. കേരളത്തിലാണ് പക്ഷെ ഒരു പക്ഷെ നടക്കും, ഇവിടുത്തെ നിയമത്തിൽ അത് പറ്റില്ല അല്ലേ? ചേട്ടന് അതുകൊണ്ട് ഞാൻ ചേട്ടനോട് ചോദിച്ചത്, ചേട്ടന്റെ പേഴ്സണൽ അഭിപ്രായമാണ് ചോദിച്ചത്. ചേട്ടൻ പറഞ്ഞത് ചേട്ടൻ കെട്ടിപ്പിടിക്കുന്നില്ല. ഓക്കെ, താങ്ക് യു. താങ്ക് യു. ചേട്ടൻ എവിടെയാ നാട്ടില്? എല്ലാവരും മലപ്പുറം, കോഴിക്കോട്, വടകരയാണല്ലോ ഇവിടെ. ഓക്കെ, ഞാൻ ഒരു കാര്യം ചോദിക്കാം. ചേട്ടൻ ആത്മാർത്ഥമായിട്ട് ഉത്തരം പറയണം. ഓക്കെ, ഞാൻ വന്നിട്ട് ചേട്ടനോട് ചോദിക്കാം എന്നെ ഒന്ന് കെട്ടിപ്പിടിക്കാവുന്നു. ചേട്ടൻ എങ്ങനെ പ്രതികരിക്കും? പ്രതികരിക്കാൻ എനിക്ക് താല്പര്യമില്ല. എന്താ കാരണം? അതിന് താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. അതിനൊരു കാരണം വേണമല്ലോ. അല്ലെ, റീസണ് എനിക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് വേണ്ടെന്ന് പറയുന്നു. ചേട്ടന് താല്പര്യമില്ല ഗൈസ്, ഞാൻ പിന്നെ എന്ത് ചെയ്യാൻ? എനിക്ക് നിർബന്ധിക്കാൻ പറ്റില്ലല്ലോ. ആൾക്കാർ പലവിധമാണ്. ചിലർക്ക് ഇഷ്ടമാണ്, ചിലർക്ക് ഇഷ്ടമല്ല. ചിലർ കെട്ടിപ്പിടിക്കാന്ന് പറയുന്നു, ചിലർ പറയുന്ന ആൾക്കാരില്ലെങ്കിൽ ഒരു പക്ഷേ നോക്കാം. ചിലർ പറയുന്ന കേരളത്തിലാണെങ്കിൽ നടക്കും, ഖത്തർ ആയതുകൊണ്ട് നടക്കത്തില്ല എന്ന്. ഉണ്ടല്ലേ? ഇവിടെ മലയാളം ഉണ്ടോ എന്ന് നമുക്ക് ആദ്യം നോക്കാം. കാരണം എനിക്ക് ബംഗാളി ഭാഷ അറിയത്തില്ല, ഹിന്ദി അറിയത്തില്ല, അറബി അറിയത്തില്ല. മലയാളം ഉണ്ടെങ്കിൽ നോക്കാമോ? ഹലോ, മലയാളം ആരെങ്കിലും ഉണ്ടോ? ആ, മലയാളം ഉണ്ടെന്ന് പറഞ്ഞ മാടി വിളിക്കാവാ. ചേട്ടാ, എന്താ വിശേഷം? സുഖാണോ? എവിടെയാ നാട്ടില്? മലപ്പുറം. ഇന്ന് എന്താ എല്ലാം മലപ്പുറംകാരും വടകരക്കാരും ആണല്ലോ. കേരളത്തിൽ വേറെ ജില്ലക്കാരൊന്നും ഇല്ല ഇവിടെ. ചേട്ടാ, ഞാൻ ഒരു കാര്യം ചോദിക്കാം. ഓക്കെ, എന്നെ കാണാൻ എങ്ങനെയുണ്ട്? ഭംഗിയുണ്ട്. പിന്നെ അപ്പൊ ഞാൻ ചേട്ടനോട് കയറി വന്നിട്ട് ചോദിക്കാണ് എന്നെ ഒന്ന് കെട്ടിപ്പിടിക്കാവോന്ന്. കണ്ണാടിയൊക്കെ കൊണ്ടു തരുന്നതിന്റെ ഇടയ്ക്ക് വെച്ചോന്ന് പറഞ്ഞിട്ട്. വാ ചേട്ടാ, ഇങ്ങി വാ. ആ കണ്ണാടി എടുത്ത് വെച്ചോ. വെച്ചോ, ഞാൻ അതിൽ വെച്ചിട്ടില്ലേ. നമ്മൾ രണ്ട് മാച്ച് വെച്ചോ. വേണ്ട, ഓക്കെ, ശരി. ഞാൻ ചേട്ടനോട് വന്നിട്ട് ചോദിക്കാണ് എന്നെ ഒന്ന് കെട്ടിപ്പിടിക്കാവോന്ന്. ചേട്ടൻ എങ്ങനെ പ്രതികരിക്കും? പ്രതികരണമായിരുന്നു അങ്ങോട്ട് പോയത്. അല്ല, ചോദിക്കുമ്പോ ചേട്ടൻ എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നേ? വേണ്ടെന്ന് പറയാം. എന്താ കാരണം? കാരണം എന്തെങ്കിലും വേണ്ട. ഏത് കാര്യത്തിനും ഒരു അല്ലേ, ഏത് കാര്യത്തിൽ. ബംഗാളിയാണ് എല്ലാവരും, ഞാൻ പറയുന്നവർക്ക് മനസ്സിലാവുന്ന തലയാട്ടുന്നുണ്ട്. ഓക്കെ, പറയാം. ബംഗാളികൾ പറഞ്ഞ് കുഴപ്പമില്ല, കെട്ടിപ്പിടിച്ചോളാം. മലയാളികൾക്ക് വയ്യ. കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. എന്താ കാരണം? കല്യാണം കഴിച്ചതുകൊണ്ട് കെട്ടിപ്പിടിക്കുന്നില്ല, ഫാമിലി ഉള്ളതുകൊണ്ട് കെട്ടിപ്പിടിക്കുന്നില്ല. അതാണ്. അപ്പൊ ചേട്ടൻ പറയുന്നത് വെച്ചാൽ ചേട്ടൻ വേറെ കല്യാണം കഴിച്ചില്ലായിരുന്നെങ്കിൽ ഒരു കൈ നോക്കായിരുന്നു. ഓക്കെ, ചേട്ടൻ ഈ സംഭവം സെയിം അവനോടൊന്ന് ഹിന്ദി പറഞ്ഞു കൊടുക്കുവാണെങ്കിൽ ഞാൻ അവൻ്റെ അടുത്ത് പോയിട്ട് ചോദിക്കാം. എനിക്കത് പറഞ്ഞു എങ്ങനെ ഹിന്ദിയിൽ ചോദിക്കണ്ടേന്ന്. उधर आओ भैया, इधर आओ भैया. अंगों में कह ओके ऐसे करेगा, तुमको मुश्किल नहीं है? ना, हमारा वो हम शादीशुदा आदमी है ना, बात बीवी देखेगा मुश्किल है. नहीं, सॉरी, वो शादीशुदा आदमी है ना, बीवी देखेगा नाराज आएगा, झगड़ा करेगा. अभी फोन करेगा. അതായത് അവൻ പറഞ്ഞ എന്താന്ന് വെച്ചാൽ, എൻ്റെ ഒരു ഊഹം ഞാൻ പറയാം. അവൻ കല്യാണം കഴിച്ചു അവൻ്റെ ഭാര്യ കാണുവാണെങ്കിൽ ഇപ്പൊ ഫോൺ ചെയ്യുമെന്നാണ് അവൻ പറഞ്ഞതെന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി, ശുക്രാൻ. വെൽക്കം. ഓക്കെ, താങ്ക് യു. ഹലോ, എവിടെ നാട്ടില്? കണ്ണൂർ കൂത്തുപറമ്പ്. കണ്ണൂർ കൂത്തുപറമ്പ് എന്നുള്ള ചേട്ടൻ ഇച്ചിരി മെൻഷൻ ചെയ്തൊക്കെ പറയുന്നുണ്ട്. എന്താ കാര്യം? ഒരു പ്രത്യേകതയില്ല, പ്രത്യേകിച്ച് മെൻഷനൊക്കെ പറഞ്ഞേ ഉള്ളൂ. ഓക്കെ, എന്നെ കാണാൻ എങ്ങനെയുണ്ട്? നല്ല ഭംഗിയുണ്ട്. നല്ല ഭംഗിയുണ്ടോ? ഏതായാലും ഭാഗ്യത്തിന്. കഴിഞ്ഞ ദിവസം ആ പിള്ളേർ കൊള്ളില്ലെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. ചേട്ടന്മാരൊക്കെ കാണാൻ കൊള്ളാന്ന് പറയുന്നതുകൊണ്ട് ചെറിയ സന്തോഷമുണ്ട്. മലയാളികൾ സ്വതവേ അങ്ങനെയാണല്ലോ. മലയാളികൾ സ്വതവേ എങ്ങനെ? എല്ലാവരെയും പറ്റി നല്ലത് പറയുള്ളൂ. നല്ലത് പറയുള്ളൂ. ഓക്കെ, ശരി.
അല്ലാണ്ട് എന്നെ കാണാൻ കൊള്ളാവുന്നതുകൊണ്ടല്ല. അല്ലല്ല എല്ലോ ആണ്. ഓക്കെ ശരി, അതല്ല ഇപ്പോഴത്തെ വിഷയം. വിഷയം ഞാൻ പറയാം. ചേട്ടനോട് ഇരിക്കുകയാണ്. അപ്പം ഞാൻ വന്നിട്ട് ചേട്ടനോട് ചോദിക്കണം എന്നെ ഒന്ന് കെട്ടിപ്പിടിക്കാവോ എന്ന്. ചേട്ടൻ എങ്ങനെ പ്രതികരിക്കും? എൻ്റെ വൈഫ് ഓൺലൈനിലുണ്ട്. ചേച്ചി കേട്ടോട്ടെ, കുഴപ്പമില്ല. ചേട്ടന് യൂട്യൂബിൽ വരുമല്ലോ, അപ്പൊ ചേച്ചി കാണുമല്ലോ. ചേട്ടൻ യൂട്യൂബിലെല്ലാം വരുന്നത്. പറ, ചേട്ടൻ എങ്ങനെ പ്രതികരിക്കും? എന്താണ് പ്രതികരിക്കേണ്ടത്? എന്താണ് പ്രതികരിക്കേണ്ടത്? കെട്ടിപ്പിടിക്കാന്ന് പറയോ അതോ ഇല്ലെന്ന് പറയോ? വേണ്ട, ചേച്ചി കട്ടാക്കണ്ട, ചേച്ചി കേൾക്കണം. ചേച്ചിയുടെ ഭർത്താവിന്റെ തനി സ്വഭാവം അറിയണം. പറ, എങ്ങനെ പ്രതികരിക്കും? ചേച്ചി കേൾക്കണണ്ട? ആ പറ ചേച്ചി. ചേച്ചി പറയണോ? തിരിച്ചു കാണിച്ചേക്ക്. ചേച്ചി പറയണോ? നിങ്ങൾ പറ, എനിക്ക് കേൾക്കണമെന്ന്. പറ, എങ്ങനെ പ്രതികരിക്കും? ഓപ്പൺ ആയിട്ട് തന്നെ പറയണം അല്ലേ? പറയണം, അതാണല്ലോ ഓപ്പൺ ആയിട്ട് വന്നേ ചോദിച്ചേ. പറഞ്ഞോ ചേച്ചി. ചേട്ടൻ എന്താ മനസ്സിൽ തോന്നണേ? ഒരു പെൺകുട്ടി വന്നിട്ട് പെട്ടെന്ന് ചോദിക്കുന്നത് എന്നെ ഒന്ന് കെട്ടിപ്പിടിക്കാവോ? അപ്പൊ ചേട്ടൻ എങ്ങനെയായിരിക്കും പ്രതികരിക്കണേ? ഇല്ലാന്ന് പറയും. ഇല്ലാന്ന് പറയാം. എന്താ കാര്യം? ചേച്ചി ഫോണിന്റെ അപ്പുറത്തുള്ളത് കൊണ്ടാണോ? പിന്നെന്താ കാര്യം? ഒന്നുമില്ല, ജസ്റ്റ് അപ്പൊ അങ്ങനെ ഒരു ഇത്. പക്ഷെ കെട്ടിപ്പിടിക്കുന്നവരുണ്ടല്ലോ. ഇപ്പൊ എന്താ പറയാനുള്ളേ? എന്താ പറയാനിപ്പോ അതിനെ പറ്റിട്ട്? അതിനെപ്പറ്റി ചേട്ടൻ പ്രത്യേകിച്ച് അഭിപ്രായം ഒന്നും ഇല്ലെന്നാ പറയുന്നേ. എനിക്കറിയില്ല, എനിക്കെന്താ പറയുന്നത്. ഇതേതാ നിങ്ങളെ ചാനലിന്റെ പേരോടെ ഇരിക്കട്ടെ. ചേട്ടൻ ഞാൻ ചോദിച്ചു ഉത്തരം പറയും ഫസ്റ്റ്. ഇല്ല, ഞാൻ വിടില്ല ചേട്ടനെ. പറയേണ്ട വിടില്ല ഞാൻ. പറ, ചെയ്യോ ഇല്ലയോ? ഇല്ല. എന്താ കാരണം? ഒന്നുമില്ല, ജസ്റ്റ് അതിനൊരു ഏതൊരു കാര്യത്തിനും ഒരു കാരണം വേണം. കാരണം ഇല്ലാത്ത കാര്യങ്ങളില്ല. കാരണം ഇപ്പൊ എന്താ പറയാ? എന്താ ഇപ്പൊ പറയാ? ഇനിയിപ്പോ പറഞ്ഞോ, ഫോൺ കട്ട് ചെയ്ത്. അപ്പൊ ഇനി പറയാം. പറയേ. സ്വതവേ പെട്ടെന്ന് ഇപ്പൊ അങ്ങനെ വെച്ച് ഇപ്പൊ ആരപ്പോ പറയാ? എന്റെ യൂട്യൂബ് ചാനലിൽ കയറി നോക്കി, ചോദിക്കുന്ന എല്ലാരും കെട്ടിപ്പിടിക്കാറുണ്ട്. എന്റെ വീഡിയോ ഒന്നും കണ്ടിട്ടില്ല. 40 million ആയി, ഇതുവരെ കണ്ടിട്ടില്ല എന്റെ വീഡിയോ. ഹാക്ക് മീ അച്ചു എടുക്ക്. ഞാൻ കണ്ടിട്ടില്ല. ഓക്കെ, അപ്പൊ ചേട്ടൻ കെട്ടിപ്പിടിക്കത്തില്ല? ഇല്ലെന്നാ പറയുന്നത്. ചേട്ടന് കാരണമൊന്നുമില്ല, പക്ഷെ ചേട്ടൻ കെട്ടിപ്പിടിക്കത്തില്ല. ഓക്കെ, ചേട്ടൻ ഇങ്ങനെ ചാരി നിൽക്കുകയാണ്. നല്ല ചൂടുണ്ട്. ഇവിടുത്തെ ചൂടിന്റെ ഇതറിയാലോ, മേക്കപ്പ് ഒക്കെ ചെയ്തൊക്കെ ഒലിച്ചു തരാണ്. അപ്പൊ ഞാൻ ചേട്ടനോട് വന്നിട്ട് ചോദിക്കുന്നത് ചേട്ടൻ എന്നെ കെട്ടിപ്പിടിക്കുമെന്ന്. ചേട്ടൻ എങ്ങനെ പ്രതികരിക്കും? കാര്യം കാരണം വേണം ചേട്ടൻ. മറ്ററിയാത്തൊരാൾ വന്നിട്ട് പെട്ടെന്ന് കെട്ടിപ്പിടിക്കണം വെച്ചാൽ നമ്മൾ എന്താ പറയാ? കെട്ടിപ്പിടിക്കത്തില്ല. പക്ഷെ കെട്ടിപ്പിടിക്കുന്ന ആൾക്കാരുണ്ടല്ലോ. ഓരോരുത്തർ ഓരോ രീതിയായിരിക്കും. ചേട്ടൻ കെട്ടിപ്പിടിക്കത്തില്ല. അത് എന്നെ കാണാൻ കൊള്ളൂലേ? കാണാൻ കൊള്ള അതില്ല. അത് വാക്ക് അതല്ല ഇവിടുത്തെ പ്രസക്തിയുള്ള ചോദ്യം. അതല്ല, കെട്ടിപ്പിടിക്കത്തില്ല എന്നുള്ളതാണ്. ചേട്ടൻ പറയുന്നത് ചേട്ടൻ കെട്ടിപ്പിടിക്കത്തില്ല. എനിക്ക് അറിയാത്ത ആളായതുകൊണ്ട് കെട്ടിപ്പിടിച്ചില്ല. അപ്പൊ ഞങ്ങൾ തമ്മിൽ ഒരു 10 വർഷത്തെ പരിചയമൊക്കെ ഉണ്ടായിരുന്നു. ചിലപ്പോൾ കെട്ടിപ്പിടിക്കും. ഫ്രണ്ട്സ് ഓൾറെഡി നമ്മൾ പിടിക്കാറുണ്ടല്ലോ. ആ ഫ്രണ്ട്സിനെ നമുക്ക് അറിയാത്ത ആളെ ചെയ്യാം. ഇപ്പൊ നമ്മള് പരിചയപ്പെട്ടു. അടുത്ത പ്രാവശ്യം ഞാൻ വന്ന് ചോദിച്ചു ചേട്ടനെ കെട്ടിപ്പിടിക്കില്ലയോ? ഇല്ല, കാരണം അപ്പൊ ചേട്ടൻ പറഞ്ഞ അറിഞ്ഞാലും കെട്ടിപ്പിടിക്കത്തില്ല. എങ്ങനെയാലും കെട്ടിപ്പിടിക്കത്തില്ല. പബ്ലിക് ആയിട്ടില്ല. പബ്ലിക് അല്ലെങ്കിലും ഇല്ലെന്നാ ചേട്ടൻ പറയുന്നത്. ആരും കെട്ടിപ്പിടിക്കാറില്ലേ? അപ്പൊ വൈഫിനെ സിസ്റ്റേഴ്സിനൊക്കെ അല്ലാണ്ട് പുറത്തുനിന്ന് ആരെയും ചേട്ടൻ കെട്ടിപ്പിടിക്കാറില്ലെന്ന് പറയുന്നത്. അല്ലെങ്കിൽ കെട്ടിപ്പിടിക്കുന്നത് തെറ്റാണോ? ഇസ്ലാമിക് പരമായിട്ട് നോക്കുമ്പോൾ തെറ്റാണ്. ചേട്ടൻ പറയുന്നത് ഇസ്ലാമിക് പരമായിട്ട് നോക്കുമ്പോൾ അത് തെറ്റാണെന്നാണ് ചേട്ടൻ പറയുന്നത്. ഓക്കെ, ഇതിപ്പോൾ ഞാൻ വേറെ എന്ത് പറയാനാ? താങ്ക് യു. എവിടെ നാട്ടിൽ? മലപ്പുറം. ഇന്ന് നമ്മൾ പരിചയപ്പെട്ടതിൽ എല്ലാവരും മലപ്പുറംകാരാണ്. കേരളത്തിൽ മൊത്തം മലപ്പുറംകാരുള്ളൂ, എനിക്കറിയില്ല. ഓക്കെ, ഞാൻ ചേട്ടനോട് കാര്യം ചോദിക്കാം. എന്നെ കാണാൻ എങ്ങനെയുണ്ട്? സുന്ദരിയാണ്. താങ്ക് യു. അപ്പം ഞാൻ വന്നിട്ട് ചേട്ടനോട് ചോദിക്കുകയാണ് എന്നെ ഒന്ന് കെട്ടിപ്പിടിക്കാവുന്നു. ചേട്ടൻ എങ്ങനെ പ്രതികരിക്കും? ഇല്ലാന്ന് പറയും. എന്താ കാര്യം? നിങ്ങളൊരു പരിചയമില്ലാത്ത സ്ത്രീയാണ്. പെട്ടെന്നൊരു സ്ത്രീ പരിചയമില്ലാത്ത ആളാണ്. പിന്നെ ഒരു പെൺകുട്ടിയാണ്. ഒരു പൊതുസ്ഥലത്ത് വെച്ചാണ് കെട്ടിപ്പിടിക്കാൻ ബുദ്ധിമുട്ടാണ്. ആൺകുട്ടിയാണെങ്കിലോ? ആൺകുട്ടിയാണെങ്കിൽ പരിചയം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഹഗ് ചെയ്യും. പരിചയമില്ലെങ്കിൽ ആൺകുട്ടിയായാലും ആൺകുട്ടിയാണ് പരിചയപ്പെടുന്നത്. പിന്നെ അപ്പൊ തന്നെ പരിചയപ്പെട്ടിട്ട് ഹഗ് ചെയ്യും. ചേട്ടൻ ആ പറഞ്ഞതിൽ ചെറിയ പോയിന്റ് ഉണ്ട് കേട്ടോ. ശരി, താങ്ക് യു. ചേട്ടൻ ഹഗ്ഗിനൊപ്പം എനിക്കൊരു തലോലിക്കാനായിട്ട് തലോടലൊക്കെ തന്നിട്ടുണ്ട്. താങ്ക് യു, ശുക്രാൻ. അപ്പോൾ നമ്മൾ കെട്ടിപ്പിടിക്കാനെടുത്ത വീഡിയോ തീർന്നിട്ടുണ്ട്. അപ്പോൾ ആൾക്കാർക്ക് പലർക്കും പല അഭിപ്രായമാണ്. ചിലർ പറയുന്നത് കെട്ടിപ്പിടിക്കാം, ചിലർ പറയുന്നത് കെട്ടിപ്പിടിക്കുന്നത് തെറ്റാണ്, ചിലർ പറയുന്നത് കേരളം പോലെയല്ല ഖത്തർ. അങ്ങനെയൊക്കെ പല അഭിപ്രായമാണ്. ഏതായാലും നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.